എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ വേദയുടെ അമ്മയും അമ്മൂമ്മയും കൂടിയിട്ട് മാഷിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവർ വരുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. വേദയ്ക്ക് ആ വീട്ടിലുള്ള സ്ഥാനം എന്താണ്, തൻ്റെ മോളെ അവിടെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും മനസ്സിലാവുകയാണ്. അപ്പോൾ അവർ വേദയോട് പറയുകയാണ്, നിനക്കൊരു വിലയില്ലാത്ത വീട്ടിൽ, നിനക്കൊരു സ്ഥാനം തരാത്ത വീട്ടിൽ നീ എന്തിനാണ് പിന്നെ നിൽക്കുന്നത്, നിനക്ക് ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നുകൂടെ എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പം അമ്മോട് പത്മത്തിനോട് നമ്മുടെ വേദ പറയുന്നുണ്ട്, അതൊക്കെ അമ്മയുടെ തോന്നലാണ്, എനിക്ക് ഈ വീട്ടിലൊരു കുഴപ്പമില്ല, ഞാൻ ഈ വീട്ടിൽ സന്തോഷത്തോടെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് വേദ അമ്മോട് മറുപടി പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മുടെ വിക്രം തിരിച്ചെത്തുകയാണ്. വിക്രം തിരിച്ചെത്തിയിട്ട് പറയാണ്, മോളെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതി, എനിക്ക് ഇവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മറ്റേ വേദ അവരെ പറഞ്ഞു വിടുകയാണ്. വിക്രം ഇതിലപ്പുറം പറയും, ഞാൻ എന്തായാലും വിക്രമത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അവർ പോയ ശേഷം വീണ്ടും വേദയും വിക്രമും കൂടിയും വീണ്ടും തല്ലുകൂടാണ് കേട്ടോ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രത്തിനോട്, എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കമലത്തിനാണെങ്കിൽ മരുമകളോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മരുമകളായിട്ട് കമല അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ മാഷ് പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ ഒന്നും ആരെയും അങ്ങനെ മരുമകളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞതുകൊണ്ട് തൻ്റെ ഉള്ളിലെ സ്നേഹം മറച്ചു വെച്ചാണ് കേട്ടോ കമലം മരുമകളോട് പെരുമാറുന്നത്, വേദയോട്. അപ്പോൾ ഇങ്ങനെ അടുക്കളപ്പണി എടുക്കുന്ന സമയത്ത് അമ്മ കാല് വഴുകി വീഴാൻ പോകുമ്പോൾ വേദ വന്ന് താങ്ങി നിർത്തുന്നതൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ വേദയുടെ അച്ഛനും ചേട്ടനും കൂടി ശ്രീനാഥും കൂടിയിട്ട് നമ്മുടെ വിക്രമത്തിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് വിക്രമത്തിന് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോലീസുകാർ വന്നിട്ട് വിക്രമത്തിന് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയാണ് കള്ളക്കേസ് ചുമത്തിയിട്ട്. അപ്പോൾ ഇത് കണ്ട് നിൽക്കുമ്പോൾ വിക്രത്തിൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര വിഷമാവും. അവരെല്ലാം നിലവിളിച്ച് പോലീസുകാരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്, ഞങ്ങളുടെ മോനെ കൊണ്ടുപോരാ, അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. പക്ഷേ പോലീസുകാർ അതൊന്നും കേൾക്കാണ്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോയിക്ക് ശേഷം വേദ അമ്മയുടെ അടുത്ത് വന്നിട്ട് കമലത്തിനോട് പറയുന്നുണ്ട്, അമ്മയുടെ മോനെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിക്രത്തിനെ ഇറക്കി കൊണ്ടുവരും, അല്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വേദ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.